ഇതേ ശിക്ഷ തന്നെ നൽകുമായിരുന്നു. പക്ഷേ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ഈ ചെയ്ത പോലെ ഞാൻ അവൾക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നില്ല. തെറ്റ് ചെയ്താ ശിക്ഷിക്കണം, ഇല്ലെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കപ്പെടും. മുക്ത ചെയ്ത തെറ്റിന് വേണമെങ്കിൽ എനിക്ക് അവളെ ഡിസ്മിസ് ചെയ്യാമായിരുന്നു. എന്നിട്ട് ഞാനത് ചെയ്തില്ലല്ലോ. സസ്പെൻഷനല്ലേ നൽകിയുള്ളൂ, അതും വെറും 1 വീക്ക്. അത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ കമ്പനി ഒരു നാഥനില്ല കളറി പോലെ ആയിപ്പോവും. കൈലാഷ് സാർ, മുക്ത മാഡം ഈ സ്ഥാപനത്തിന്റെ CEO ആണ്. ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവര് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറാണ് വേണ്ടത്. ഈ കമ്പനിയില് എല്ലാവർക്കും ഒരേ നിയമം. അത് മുക്ത ആയാലും കരുണാകരൻ സാറായാലും അരവിന്ദ് ആയാലും ഞാനായാലും. ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയത് ഞാനായിരുന്നെങ്കിൽ ഡാഡി എന്നെ സസ്പെൻഡ് ചെയ്യായിരുന്നു. അയൺ ചെയ്യുന്ന സമയത്ത് സാമ്പിൾ ഡ്രസ് കത്തിപ്പോയന് കരുണാകരൻ സാറ് പാർവതിക്ക് നൽകിയ ശിക്ഷ കരുണാകരൻ സാറിന് ഓർമ്മയില്ലേ? ഇവിടുത്തെ ടോയ്ലറ്റ്സ് മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിച്ചു. ബോറടി മാറ്റാൻ അന്താക്ഷരി കളിച്ചതിന് അവളുടെ 2 കാതുകളിലും ക്ലിപ്പിട്ട് കൊടുത്തു. നിങ്ങളെ ചോദ്യം ചെയ്ത പ്രിയന്റെ കൂടെ നിന്നതിന് ഇവിടുത്തെ ടൈലേഴ്സിനെ മുഴുവൻ നിങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങള് അരവിന്ദനെയും കൂട്ടി വന്ന് തെറ്റ് ചെയ്ത മുക്തയ്ക്ക് വേണ്ടി വാദിക്കുന്നു. നിങ്ങൾ ചെയ്ത ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?